അപ്പോൾ ആദ്യം തന്നെ ഗവർണറായിട്ട് ഇന്ന് 4:30 അപ്പോയിൻമെൻ്റ് ഉണ്ട്. മിനിസ്റ്ററായിട്ടും ഇന്ന് വൈകിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ കാലത്ത് ആദ്യം ഇവിടെ വന്നു, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ കണ്ടു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ അത് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ, സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ല, കുടുംബത്തിന് കൺസേൺ ഇതിങ്ങനെ നേരത്തെ ഒരു പിള്ളേരുടെ പ്രശ്നം വന്നതിൻ്റെ ഒരു വിഷമം പറഞ്ഞു. എന്തായാലും എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പരിധിയിൽ വന്നു കഴിഞ്ഞു. അപ്പം അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇനിയൊന്നും സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും, എല്ലാവരും പുതിയ ആൾക്കാരാവും. അതിന് ഒരു സംശയത്തിന് ഇടപെടണമെന്ന് എനിക്ക്. അല്ല, നമ്മുടെ ജുഡീഷ്യൽ ഇതിൻ്റെ പരിധിയിൽ അതും പെട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ വരാണ്ടിരിക്കാനുള്ള റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തെ സമയമല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ഇതിനൊരു പ്രതിവിധി എന്താ, ഇപ്പം നടന്ന സംഭവങ്ങൾക്ക് എല്ലാം കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന തന്നെയാണ് ഐ റിസർവ് മൈ കമൻസ്. അപ്പോൾ ശരി, താങ്ക് യു.